ആണിന്റെ മനം കാക്കണ താരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണ താരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണ താരടി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വടക്കം പാട്ടിന് ഉടുക്ക് കൊട്ടടി തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണ താരടി തങ്കമ്മേ. തക 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 തക. സാറിങ്ങോട്ട് വന്നേ. സാർ നീ ഇങ്ങോട്ട് വാടാ, ഞാൻ ആരോ നിനക്കറിയില്ല. സാറിങ്ങോട്ട് വരാ, ഞാനല്ലേ പറഞ്ഞേ. പുറത്തിറങ്ങി വാടാ. വരൂ സാറേ, വാടാ. ഞാനിവിടെ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും. ഇവിടെ കുറച്ച് ആവശ്യങ്ങൾ. അയ്യോ എടാ സഞ്ജു, 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 എടാ ഞാനാ രാജു. നീയോ? മംഗലാരത്ത് പോയ നീ എന്താടാ ഇവിടെ? നീയും തുടങ്ങിയോ? എടാ ഞാൻ കഴിക്കാൻ വന്നൊന്നും അല്ല, ഇത് ഉണ്ണിച്ചേട്ടൻ. എന്റെ കൂടെ മംഗലാപുരത്ത് നിന്ന് വന്നതാ. ചേട്ടനെ കൂട്ടു വന്നതാ ഞാൻ. ആരടാ ഇത്? ഉണ്ണിച്ചേട്ടൻ ചെല്ല്. നീ എനിക്കൊന്ന് കൂട്ടിന് വാടാ, ഒരു 10 മിനിറ്റ്. എനിക്ക് സഞ്ജുവിനെ വീട്ടിലെത്തിക്കാനുള്ളതാ. ഉണ്ണിച്ചേട്ടൻ പോകാൻ നോക്ക്. പോടാ. എന്താ സഞ്ജു, എന്താടാ ഇത്? എന്തിനാ നീ തല്ലുണ്ടാക്കിയത്? ഷർട്ടൊക്കെ മുഷിഞ്ഞിരിക്കുകയാണല്ലോ. എന്താടാ നിനക്ക് പറ്റിയത്? ഞാൻ തീർന്നടാ. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. എന്റെ അച്ഛനുണ്ടാക്കിയ കമ്പനി, എന്റെ വീട് എല്ലാം പോയടാ. എല്ലാം ഞാനായിട്ട് തൊലച്ച്. എടാ 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 നിക്കടാ. നിന്നെ കൊണ്ട് കാർ ഓടിച്ചു പോകാൻ പറ്റില്ല. നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം. എങ്ങോട്ട്? എങ്ങോട്ടാ ഞാൻ പോകേണ്ടത്? എനിക്ക് പോകാനൊരു ഇടയില്ലടാ. ഇന്നോ നാളെയോ എല്ലാം ബാങ്കുകാര് ജപ്തി. എന്നെ വിട്. എടാ നിക്ക് പറയട്ടെ. സഞ്ജു, എടാ സഞ്ജു. സഞ്ജു, സഞ്ജു, എടാ സഞ്ജു. ഈശ്വര, ചേട്ടാ 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 നിർത്തേട്ടാ. ദേ ആ കാറിന്റെ പുറകെ വിട്. വേഗം പൊക്കോ. പെട്ടെന്നോട്ടെ, പെട്ടെന്നോട്ടെ. ഇവ ഇത് എന്തിനുള്ള പുറപ്പാടാ? ചേട്ടാ ഒന്ന് സ്പീഡിൽ പോ. കാറല്ല, ഇത് ഓട്ടോയാണ്. അയ്യോ, ആ കാർ അവിടെ പോയി. അങ്ങോട്ടുള്ള വഴി ബീച്ചിലേക്കാ. ചേട്ടൻ അങ്ങോട്ട് വിട്. നീ ഇതെന്ത് ഭാവിച്ചാ ഓട്ടോ കയറിയത്? നീ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ചേട്ടാ എനിക്ക് വീടും കൂടിയൊക്കെ ഉള്ളതാ. ഒന്നേ തിരിച്ചു പോണം, അല്ലെങ്കിൽ എനിക്ക് കാശിതാ. ചേട്ടാ ആ പോയത് എന്റെ ബന്ധുവാ. അപ്പൊ വള്ളിക്കേട്ട് കേസാണല്ലേ? ചേട്ടാ പ്ലീസ്. എനിക്ക് വേറെ പണിയുണ്ട്. തിരിച്ചുകൊണ്ട് വിടണോ? വേണ്ട. ഇതത്ര നല്ല സ്ഥലമൊന്നും അല്ല. ഇവിടെ കിടന്ന് കറങ്ങിയ പോലീസ് കൊണ്ടുപോകും. വരുന്നേ കയറ്. വേണ്ട, നിങ്ങൾ വെക്കോ. ഓ, ഇവൻ ഇതെവിടെ പോയി?
സഞ്ജു ഇതുവരെ എത്തിയില്ലേ? ഇല്ല. മണി 11:30 കഴിഞ്ഞല്ലോ. സ്വാതി വിളിച്ചില്ലേ? 9 മണി മുതൽ വിളിക്കുക. റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയില്ല സഞ്ജുന് എന്ത് പറ്റിയെന്ന്. ഞാനൊന്ന് വിളിച്ചു നോക്കാം. അയ്യോ, എടുത്തില്ലേ? ഇല്ല, ഇനി വല്ല മീറ്റിംഗിലും പങ്കെടുക്കണമെന്ന് അറിയില്ല. എങ്കിൽ ഫോൺ സൈലന്റിലാവും. അങ്ങനെയൊന്നും ആവില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് മീറ്റിംഗാ ഉള്ളേ? രാത്രി വൈകിയ ചേച്ചി വിളിച്ച് വിവരം പറയാതിരിക്കോ? ചേച്ചി മാനേജറെ വിളിച്ചതാ. അയാൾ എന്ത് പറഞ്ഞു? വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെന്ന് മാനേജർ പറഞ്ഞു. എവിടെ പോണെങ്കിലും സഞ്ജുന് പറഞ്ഞിട്ട് പൊക്കൂടെ? എല്ലാം ഒരാൾ മാത്രമല്ലല്ലോ അനുഭവിക്കുന്നത്. കമ്പനിയുടെ പ്രശ്നങ്ങൾ അത്രയ്ക്ക് രൂക്ഷ. എല്ലാം ഒന്നും സഞ്ജു എന്നോട് പറയുന്നുമില്ല. നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നതാവും നല്ലത്. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ശമ്പള കുടിശ്ശികയുടെ പേരിൽ തൊഴിലാളികൾ സമരത്തിലാണ്. യൂണിയൻകാര് സഞ്ജുവിനെ എവിടെയെങ്കിലും ബന്ദിയാക്കി വെച്ചിരിക്കുകയാണെന്ന് അറിയില്ല. എന്തിനും മടിക്കാത്ത കുറേ പേര് അവർക്കൊപ്പം കൂടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് ഇടപെട്ട് സഞ്ജുവിനെ മോചിപ്പിക്കാനാവും. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്ത് നേട്ടാ ഉണ്ടാവുന്നത്? വിജയിച്ചാലല്ലേ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടൂ. ഇത് ഭീഷണിയല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് ദക്ഷയ. അവരവസരം മുതലെടുത്ത് സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയെന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ ആ സ്ത്രീയെ പോയെന്ന് കാണാം. ലച്ചു എന്ത് മണ്ടത്തര ഈ പറയുന്നേ? ഈ രാത്രിയിൽ എന്ത് ചെയ്യാനാ? സ്വാതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്കുടൻ പോലീസുമായിട്ട് ബന്ധപ്പെടാം. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ചേച്ചി. ഞാൻ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചു നോക്കാം. ആരാ നോക്കാമോ? അത് രാജുവേട്ടനാ. അവനെന്താ രാത്രിയിൽ? മംഗലാപുരത്ത് നിന്ന് ഇന്നോ നാളെ തിരിച്ചെത്തുന്ന ഇന്നലെ പറഞ്ഞായിരുന്നു. ഞാൻ എടുക്കുന്നില്ല. ലച്ചു സംസാരിക്കുക. എന്തെങ്കിലും അത്യാവശ്യത്തിനാ രാജു രാത്രിയിൽ വിളിക്കുന്നതെങ്കിലോ? നീ ഫോൺ എടുക്കാമോ? എന്നിട്ട് സ്പീക്കറിലിട്. ഹലോ അമ്മു, സഞ്ജു വീട്ടിലെത്തിയോ? അയ്യോ, രാജുവേട്ടൻ അദ്ദേഹത്തെ കണ്ടോ? മംഗലാപുരത്തുനിന്ന് ഞാനും ഉണ്ണിച്ചേട്ടനും രാത്രി എത്തി. ഉണ്ണിച്ചേട്ടൻ അവിടെ ഒരു ബാറിൽ കയറി. അവിടെ സഞ്ജുവിനെ കണ്ടു. ആരുമായിട്ടോ ഉന്തം തള്ളൊക്കെ ആയി. ഹലോ, ഞാൻ സ്വാതിയാ. രാജു, സഞ്ജു അവിടെ ഉണ്ടോ? ഞാൻ പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് സഞ്ജു നിന്നില്ല. കാറും എടുത്ത് എന്നെ കേറ്റാതെ പോയി. ഈശ്വര. രാജു, നീ അവന്റെ പിന്നാലെ ഒരു ഓട്ടോ എടുത്ത് പോകാൻ നോക്ക്. ഞാനൊരു ഓട്ടോയിൽ അപ്പോൾ തന്നെ അവന്റെ പിന്നാലെ പോയതാ. ബീച്ച് റോഡ് വരെ പോയതാ. പിന്നെ സഞ്ജുവിന്റെ കാറ് കണ്ടില്ല. ഞാൻ ബീച്ച് റോഡിന്റെ അടുത്താ ഇപ്പൊ നിൽക്കുന്നത്. നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരി. എന്തിനായിരിക്കും സഞ്ജു ഈ അസമയത്ത് ബീച്ചിലേക്ക് പോയത്? അവനോട് ഇരിപ്പുണ്ടാവും. കാറുള്ളത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാ. ഞാൻ കീ എടുത്തിട്ട് വരാം. അതെ, ഞാനും കൂടി വരാം ഗോവിന്ദ്. വേണ്ട, സ്വാതി സമാധാനത്തോടെ ഇരിക്കുക. അവൻ മനസ്സ് ശാന്തമാക്കാൻ അങ്ങോട്ട് പോയതാ.
ഇവിടെ ഇപ്പോ ആരെയും ഒന്നും അറിയിക്കണ്ട. അതാ സഞ്ജുവിനെ കണ്ടുപിടിച്ച ഉടൻ ഞാൻ വിളിക്കാം. നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. ചേച്ചി കരയാതെ. ഇപ്പൊ ഡോക്ടർ മാത്രല്ലല്ലോ, രാജുവേട്ടൻ കൂടിയില്ലേ? അദ്ദേഹം കടൽ തീരത്തുണ്ടാവും. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ഭാരിച്ചെന്ന് സഞ്ജു ആരുമായിട്ട് അടിപിടി ഉണ്ടാക്കിയിട്ട് പോയതാ. സഞ്ജുവിന് ജീവിതം മടുത്തു. സഞ്ജു എന്തെങ്കിലും കടം കൈ കാണിച്ചാ എനിക്കും എന്റെ കുഞ്ഞിനും ആരുണ്ട്? ചേച്ചി ചേച്ചി കരയല്ലേ? അമ്മ കേക്കും. അമ്മോ അമ്മോ അമ്മോ, സഞ്ജു എവിടെ? സഞ്ജു വന്നില്ലേ അമ്മോ? ചേച്ചി ഒന്ന് സമാധാനായിട്ടിരിക്കെ. അവര് അദ്ദേഹത്തെ കണ്ടെത്തും. അദ്ദേഹത്തിന് ഒരാപത്തും പറ്റില്ല. ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാന്? സഞ്ജുവിന് എന്നെ കുറിച്ചുള്ള ചിന്ത പോട്ടെ, പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഒരു ചിന്ത വേണ്ടതല്ലേ? മാറിപ്പോയി മദ്യപിച്ച് തല്ലുകൂടിയ പ്രശ്നങ്ങളൊക്കെ തീരുമോ? വീട്ടിലുള്ളവരുടെ കാര്യം കൂടി നോക്കാത്തെന്താ? എവിടേക്കാ ബോധം പോലും ഇല്ലാതെ വണ്ടി ഒഴിച്ചു പോയിരിക്കുന്നെന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര. ഡോക്ടർ അന്വേഷിച്ചു പോയിരിക്കല്ലേ? രാജുവേട്ടനും കൂടെയുണ്ട്. അവര് അദ്ദേഹത്തെ കണ്ടെത്തി കൊണ്ടുവരും. അയ്യോ ചേച്ചി ഇങ്ങനെ കരയാതെ. നിനക്ക് എങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ കഴിയുന്നമ്മോ? സഞ്ജുവിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? എവിടെയെങ്കിലും വണ്ടി നിർത്തി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. മദ്യമൊക്കെ കഴിച്ചതുകൊണ്ട് വീട്ടിലേക്ക് വരാത്തതാ. ബീച്ച് റോഡിലേക്ക് പോയെന്നല്ലേ രാജു പറഞ്ഞത്? എന്തിനാ സഞ്ജു അങ്ങോട്ട് പോയെ? എല്ലാം കൈവിട്ട നിലയില സഞ്ജു. ജീവിക്കാനുള്ള പ്രതീക്ഷ പോലും ഇല്ലാതായി. സഞ്ജു എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പിന്നെ ഞാനും ഉണ്ടാവില്ല. ഞാനും മരിക്കും. ഈ വിവരം ഇവിടെ ആരോടും പറയാനും കഴിയുന്നില്ലല്ലോ. ആ, ഞാൻ പിന്നെ വിളിക്കാം. അവിടെ നിന്നും സഞ്ജുവിന്റെ കാറ് കാണുന്നില്ല. എന്നാ നമുക്കിനി ബീച്ചിലേക്ക് പോവാം. വൈകാൻ പാടില്ല. നീ കേറ്. ആ ലച്ചു ആണല്ലോ. ആ, ചിലപ്പോ സഞ്ജു വീട്ടിലെത്തി കാണും. എടുക്ക്. എന്താ ലച്ചു? അദ്ദേഹത്തെ കണ്ടോ? സഞ്ജുവിന്റെ കാർ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഞങ്ങള് ബീച്ചിലേക്ക് പോവാ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്തിയേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇവിടെ 2 തവണ ബോധം കെട്ട് വീണു. ലച്ചു അമ്മയെ വിളിച്ച് വിവരം പറ.
അമ്മയാണെങ്കിൽ ഉച്ച മുതല് ഒട്ടും വയ്യാതിരിക്ക. അമ്മയോട് ചെന്ന് വിവരം പറയാൻ പറ്റില്ല. കാവേരി ചേച്ചിയും ദിനേശേട്ടനും അവരുടെ തറവാട്ടിലേക്കും പോയി. ലച്ചു അവളെ ഒന്ന് സമാധാനിപ്പിക്കും. കാറ് പാർക്ക് ചെയ്ത് സഞ്ജു അതിനുള്ളിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെ പറ. ഷോ, ഇതൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല. ഇതുവരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത നിലയ്ക്ക് ഞാൻ പോലീസിലൊന്ന് വിവരം അറിയിക്കാം. എന്തായാലും ഞങ്ങളൊന്ന് ബീച്ച് വരെ അന്വേഷിച്ചു പോവാ. വൈകും തോറും കാര്യങ്ങൾ കൈവിട്ട് പോവേ. ചേച്ചി വല്ല കടുങ്കയും കാണിക്കും. ലച്ചു അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളൊന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരട്ടെ. ശരി. രാജു, നീ വാ കേറ്. വാ, നമുക്ക് അങ്ങോട്ട് നോക്കാം. രാത്രി ഇത്രയും നേരം ആയില്ലേ? ഇനിയിപ്പോ നമ്മൾ മാത്രം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ശരിയാ. എന്നാലും തിരിച്ചു പോകാൻ തോന്നുന്നില്ല. സഞ്ജുവിന്റെ ഒരു വിവരവും ഇല്ലാതെ വീട്ടിലേക്ക് എങ്ങനെ ചെല്ലാം? അമ്മയൊന്നും ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. അതാ ആകെയുള്ള ആശ്വാസം. സ്വാതി ഇപ്പോ വലിയ പ്രശ്നമായിരിക്കും. പ്രഗ്നന്റ് കൂടിയാണല്ലോ. അവളെ ആശ്വസിപ്പിക്കാൻ ലച്ചു അവിടെ ഉള്ളത് ഭാഗ്യം. ഡോക്ടർ, ഇത് സഞ്ജു ഇട്ടിരുന്ന ചെരുപ്പാണല്ലോ. തന്നെ, ഇത് സഞ്ജു ഇട്ടിരുന്ന ചെരുപ്പ് തന്നെയാ. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ. ആ ചെരുപ്പ് തന്നെയാ ഇത്. അപ്പോ ഈ ചെരുപ്പ് കരക്കടിയണമെങ്കിൽ സഞ്ജു ഓർക്കുമ്പോഴേ എനിക്ക് ഭയം തോന്നുക. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ആള് കടലിൽ പോയി. രണ്ടു മൂന്ന് ദിവസമായി കടല് ശോഭിച്ചിരിക്കുക. നല്ല തിരയും അടിയൊഴുക്കുമായിരുന്നു. ആളെ ഇനി ജീവനോടെ കിട്ടുന്ന കാര്യം നോക്കണ്ട. ഡോക്ടർ, രാത്രി ഇനി തെരഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ബോഡി മൂന്നാം പക്കം തീരത്തടിയും. അയ്യോ, ഡോക്ടറെ, സഞ്ജു സത്യത്തിൽ ഞാനാ വലിയ തെറ്റെന്ന് തോന്നുന്നു. ജപ്തിയെന്ന് കേട്ടപ്പോ ഞാൻ എൻ്റെ സഞ്ജു മോനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എങ്ങനെയെങ്കിലും എൻ്റെ സഞ്ജു മോനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈശ്വര, അതിനൊരു വഴി ഉണ്ടാക്കി തരണേ. പേടിക്കണ്ട, രാജുട്ടനും ഡോക്ടറും പോയിരിക്കല്ലേ. അദ്ദേഹവുമായിട്ട് അവര് വരുത്തുള്ളൂ. അയ്യോ, അമ്മ കൂടി ഇങ്ങനെ ആയാലോ? കണ്ടില്ലേ ചേച്ചി ഇരിക്കുന്നത്? ചേച്ചി ആശ്വസിപ്പിക്കേണ്ടത് അമ്മയല്ലേ? സഞ്ജു പോയി കളഞ്ഞല്ല. അമ്മേ, കരയല്ലേ?